മായൻ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9655054445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മദ്യനിരോധനം നിലനിൽക്കുന്ന ലക്ഷദ്വീപിൽ കേരളത്തിൽ നിന്ന് വൻതോതിൽ മദ്യം എത്തിക്കാൻ തീരുമാനം. ടൂറിസത്തിന്റെ പേരിലാണ് ലക്ഷദ്വീപിലെ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി എടുത്തുകളയാൻ അഡ്മിനിസ്ട്രേറ്ററുടെ നീക്കം. ഇതിനായി കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വൻതോതിൽ മദ്യം വാങ്ങാൻ ലക്ഷദ്വീപ് പ്രൊമോഷൻ കൗൺസിൽ തീരുമാനിച്ചു. കർശനമായ മദ്യനിരോധനമുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത ബംഗാരം ദ്വീപിൽ ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് നിലവിൽ നിയന്ത്രണത്തോടെ മദ്യം വിളമ്പുന്നത്. ഇത് കവരത്തി, മിനിക്കോയ്, കടമം റിസോർട്ടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ 2021 ശ്രമിച്ചെങ്കിലും ജനകീയ പ്രതിരോധം കാരണം നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ദ്വീപിൽ എല്ലായിടത്തും മദ്യം ലഭ്യമാക്കാനാണ് നീക്കം. ലക്ഷദ്വീപ് എംപിയും ദ്വീപിലെ വിവിധ സംഘടനകളും മദ്യനിരോധനം നീക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പുയർത്തുകയാണ്. എന്നാൽ ലക്ഷദ്വീപിൽ ടൂറിസം വളരണമെങ്കിൽ മദ്യത്തിന്റെ ലഭ്യത ഉറപ്പാക്കണമെന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാട്. ഇതിനുള്ള കരട് ബിൽ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയിരുന്നു. ബിൽ നിലവിൽ വരുന്നതോടെ 1979 ലക്ഷദ്വീപ് മദ്യനിരോധന നിയമം ഇല്ലാതാവും. കൊച്ചിയിലെ വെയർ ഹൗസുകളിൽ നിന്നുള്ള മദ്യമാണ് ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വാങ്ങുന്നത്. ഇതിന് കേരളത്തിന്റെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ടൂറിസം പ്രചരണാർത്ഥം വലിയ തോതിൽ മദ്യം ആവശ്യപ്പെട്ട് ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേരത്തെ സംസ്ഥാന സർക്കാരിനു കത്തെഴുതിയിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.